സംബന്ധിച്ചിടത്തോളം മുരീദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഷെയ്ഖിന് ചെലവഴിക്കുക എന്നുള്ളതാണ്. ഷെയ്ഖ് അത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ചെലവഴിക്കലൊക്കെ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സഹാബാക്കൾ ആർക്കാ ചെലവഴിച്ചത്? എല്ലാവർക്കും ചെലവഴിച്ചിട്ടില്ല. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചു. തങ്ങൾ മറ്റുള്ളവർക്ക് ചെലവഴിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും അള്ളാഹിന്റെ ഖലീഫന്മാർക്കായിരുന്നു ആളുകൾ ചെലവഴിച്ചത്. ആ ഖലീഫന്മാർ മറ്റുള്ളവർക്ക് ചെലവഴിച്ചു, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് ചെലവഴിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ ഷെയ്ഖിനാണ് ഷെയ്ഖിന് ചെലവഴിക്കാനുള്ള ഷെയ്ഖ് അവിടെ പിന്നെ ഷെയ്ഖിന് ജീവിക്കാനല്ല നമ്മൾ പൈസ കൊടുക്കണം. നമ്മൾ മൗലിദിന് അവിടുത്തെ പരിപാടിയിൽ ആടിനെ കറക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്? പൈസ കൊടുക്കണം. ആ പൈസ കൊണ്ട് അവർ പശുവിനെ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷെയ്ഖിന് കൊടുക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഷെയ്ഖിന് നമ്മൾ പൈസ ഇതിനോട് ബന്ധപ്പെട്ടൊരു പൈസ അയക്കണം. പിന്നെ രണ്ടാമത്തത് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പശുവിനെ അറുത്താലും ആടിനെ അറുത്താലും എന്നും ആടിനെ കഴിക്കുന്നവർക്ക് തന്നെയാണ് വീണ്ടും ആടിന് കൊടുക്കുന്നത്. എന്നും പോത്ത് കഴിക്കും, ബീഫും പൊറോട്ടയും കഴിക്കുന്നവർക്ക് തന്നെയാണ് വീണ്ടും പോത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പാവപ്പെട്ടവർക്ക് കൊടുക്കാന്നുള്ള സാധനങ്ങൾ പരമാവധി വരുന്നില്ല. അപ്പോൾ മൗലിദിന് ഏറ്റവും കൂടുതൽ നമ്മൾ പാവപ്പെട്ട വിശ്വാസങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം. ഒരു വിശപ്പുള്ള 2 പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഒരാൾ വിശന്നിരിക്കുന്നതാണ് ഭക്ഷണം കൊടുക്കുന്നത്, വിശക്കാത്തൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എന്നാലും വിശന്നിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഭക്ഷണം വിശക്കാത്ത ആൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തേക്കാൾ എത്രയോ വലുതാണ്. നമ്മളിന്ന് വിളമ്പിയാൽ, നമ്മളിപ്പോൾ ഉച്ചക്ക് ഭക്ഷണം വിളമ്പിയാൽ രാവിലെ ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മൾ വീട്ടിൽ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ച് രാവിലെയും 10 മണിക്കും ചായയും കടി, രാവിലെ 6 മണിക്ക് ഭക്ഷണവും കഴിഞ്ഞ് വരുന്ന വൈദ്യ സാധനങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥയും പറയണം. നമ്മളിതൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മൾ ഇതൊന്ന് വീണ്ടും കഴിക്കുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. മതി. കാരണം എന്താ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാണ്ടാവും. അത് കഴിഞ്ഞ് 3 മണിക്ക് വീണ്ടും കഴിക്കാണ്ടാവും, 5 മണിക്ക് വീണ്ടും കഴിക്കാണ്ടാവും, രാത്രി വീണ്ടും കഴിക്കാണ്ടാവും. എത്രയേ ഭക്ഷണം നമ്മൾ കഴിക്കണം. നമുക്ക് ഈ ഭക്ഷണത്തിനോട് ഒരു ആവശ്യം, ഇതിപ്പോൾ ഇത് ഒഴിവായ ഒരു പ്രശ്നമില്ല നമുക്ക്. അതേസമയം അവിടെ നിന്ന് ആലോചിച്ചു, നമ്മളെ ഷെയ്ഖിന്റെ നാട്ടിലൊക്കെ ഭക്ഷണം ഇങ്ങനെ അവിടെ മൗലിദിനെ ഞാൻ കണ്ടതാ, കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് നമ്മളിങ്ങനെ ഭക്ഷണത്തിന്റെ പാത്രം കൂടെ വെച്ചാൽ ഒരു 10-20 ആൾക്കാരെ കൂടെ അതിൻ്റെ മുകളിൽ പൊതിയും, കൈയിട്ട് വാരിയിട്ട് എന്തെങ്കിലും കിട്ടുന്ന സാധനം വെച്ചിട്ട് പോവുകയാണ്. മൗലിദിനൊക്കെ കൊണ്ടുവെക്കുമ്പോൾ അത്രയും അവിടെ ഭക്ഷണത്തിന് ക്ഷാമമാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. അപ്പം നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നത്, ഈ ആടിനും പോത്തിനും അർത്ഥം ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുന്നത് പാവങ്ങൾക്കാണ്.